ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കെയർ ഫോർ പാരൻസ്. സെൽഫ് കെയർ, സെൽഫ് ലവ് പാരൻറ്റിങ്ങിൽ എങ്ങനെയാണ്? നമ്മൾ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ധാരാളം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെ കുട്ടികളെ വളർത്തണം, അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ ഘട്ടത്തിലും അവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ ഓരോ സ്റ്റേജസിലും അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പാരൻറ്റിങ്ങിന് നമ്മൾ നമ്മളെക്കുറിച്ച് കരുതലെടുക്കുന്നുണ്ടോ? അതായത് നമ്മളുടെ സെൽഫ് കെയറിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ സമയം, നമ്മളുടെ സമ്പാദ്യം, ഇതെല്ലാം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി എത്രത്തോളം കരുതി വയ്ക്കുന്നുണ്ട്? അതാണ് ഇന്നത്തെ ചിന്തയേറ്റം. അവരുടെ പഠിക്കുന്ന സമയത്തായാലും അവരുടെ വളരുന്ന സമയത്തായാലും എല്ലാ കാലഘട്ടത്തിലും നമ്മൾ അവരോടൊപ്പമുണ്ട് അല്ലേ? ആ കാലഘട്ടത്തിൽ നമ്മളും വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളും ഏജിങ്ങിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഏജ് കടന്നു പോകുമ്പോഴും ബോഡിയുടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളായിരിക്കും. 20s to 30, 30s to 40, 40s to 50, 50s to 60, അങ്ങനെ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യൻ സെൽഫ് കെയർ എന്നുള്ള ഒരു മുൻകരുതൽ, സെൽഫ് ലവ് എന്നുള്ള ഒരു കരുതൽ നമ്മളിൽ തന്നെ എടുക്കണം. എന്തിനാണ്? നമ്മൾ ചില ഷോപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ, ക്ലോസ്ഡ് ഫോർ മെയിൻ്റനൻസ്, ഫോർ യുവർ ബെറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നോക്കുന്നത് അമ്മമാരെ കുറിച്ചാണ്. ഇനി ഫാദർ ആണെങ്കിൽ പുറത്തു പോയി വർക്ക് ചെയ്ത് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് മണിയെല്ലാം സേവ് ചെയ്ത് കുട്ടികളുടെ പഠനത്തിനും അതുപോലെ അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അങ്ങനെ കുറേ സേവിങ്സ് എല്ലാം ചെയ്ത് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പാരൻറ്റിങ് സ്റ്റൈലുള്ള ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു മിക്സ്ഡ് പാരൻറ്റിങ് സ്റ്റൈലാണ്. കൂടുതലായിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാരൻസ് അവർ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പണ്ട് നമുക്ക് എന്ത് ചെറിയ കാര്യം കിട്ടിയാലും മക്കൾക്ക് കൊണ്ടു കൊടുക്കുക, അഥവാ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കുട്ടികൾക്ക് കൂടുതലായിട്ട് കൺവീനിയൻസ് കൊടുക്കുക. നമ്മളെ നമ്മളുടെ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളെ അല്ല, നമ്മൾ മക്കൾക്കാണ് കൊടുക്കുക അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പാരൻറ്റിങ്ങിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്ത പാരൻറ്റിങ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ, അതർവൈസ് ജസ്റ്റ് ബി വിത്ത് മീ. നമ്മൾ നമ്മൾക്ക് വേണ്ടി ചിലപ്പോൾ ഒരു ചായ കുടിക്കേണ്ട കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. മക്കൾക്ക് ഇത് ചെയ്തു കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചായ ഉണ്ടാക്കി കുറഞ്ഞു പോയി, ഇതെനിക്ക് വേണ്ട, എല്ലാവരും അത് കുടിക്കട്ടെ, എനിക്കുള്ളത് വേണ്ട എന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യും അല്ലേ? അങ്ങനെ പല പല കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വേണ്ട, പിന്നത്തേക്ക് ചെയ്യും. പിന്നെ കുക്കിംഗ് ഉണ്ട്, കുറച്ച് വർക്ക് കൂടുതലുണ്ട്, വീട്ടിലത്തെ കുറച്ച് ഒതുക്കി വയ്ക്കലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂടുതലുണ്ട്. സോ എൻ്റെ കാര്യങ്ങൾ മാറിയിരിക്കട്ടെ, അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മളുടെ കാര്യങ്ങൾ തന്നെ നമ്മൾ അറിയാതെ പോകുന്നു. അതായത് നമ്മൾക്ക് നമ്മളുടേതായൊരു സ്ഥലം വീട്ടിലുണ്ടോ? ഒരു ക്രിയേറ്റിവിറ്റി കോർണർ. ഓക്കെ, വി ആർ പാരൻസ്, വി ഹാവ് ടു ഗിവ് എവറിത്തിങ് ടു അവർ ചിൽഡ്രൻ, അതെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾക്ക് നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി കോർണർ ഉണ്ടോ? നമുക്ക് നമ്മളുടെ ഒരു ലീഷർ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഏരിയ ഉണ്ടോ? മിക്കതും ഉണ്ടാവില്ല നോക്കിക്കഴിഞ്ഞാൽ. കാരണം കൂടുതൽ നമ്മൾ മക്കൾക്ക് വേണ്ടി അവരുടെ സന്തോഷം ആണ് നമുക്ക് മുഖ്യം അല്ലേ? നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും ഉണ്ടാക്കി കുടിക്കുന്നുണ്ടോ? ചായ വേണ്ട, ഒരു ജ്യൂസെങ്കിലും ഉണ്ടാക്കി കുടിക്കുന്നുണ്ടോ? ഒക്കെ ഒന്ന് തിങ്ക് ചെയ്യണം കേട്ടോ. ചില പാരൻസിനെ കണ്ടിട്ടുണ്ട്, എക്സാം ടൈം ആയിട്ടുണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതവർ മാറ്റിവെക്കും. കുട്ടികളുടെ എക്സാം ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നിട്ട് അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അപ്പോൾ എന്താ, നമ്മളുടെ അസുഖങ്ങൾ കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായേനെ. സോ വാട്ട് എവർ വി ആർ ഡൂയിങ് സപ്പോർട്ടിങ് ഫോർ അവർ ചിൽഡ്രൻ, അത് നമ്മളുടെ കൂടെ നന്മയ്ക്ക് ആയിരിക്കണം. ചിലവർ ഓവർ ഗിവിങ് ഉള്ള ആൾക്കാരാണ് അല്ലേ? അവരുടെ സമയം, സമ്പാദ്യം, അവരുടെ ആരോഗ്യം, അങ്ങനെ എല്ലാം മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ. സെൽഫ് കെയർ, സെൽഫ് ലവ് എന്നുള്ള ഈ രണ്ട് വേർഡ്സിൽ
അത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ ജനറേഷൻ പാരൻസിന് ധാരാളം അറിയാം എങ്ങനെ അവർക്ക് അവരെ കെയർ ചെയ്യണമെന്നുള്ളത്. ഒരു മിഡിലുള്ള ഒരു ടൈപ്പ് ഓഫ് പാരൻസ് ഉണ്ട്. കുറച്ച് മുന്നത്തെ പാരൻസ് സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി ഉള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അത്തരം ആളുകൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമ്പാദ്യം, നമ്മളുടെ സമയം ഇതെല്ലാം ഒന്ന് ടേക്ക് കെയർ ചെയ്യാം. വേർ വി ആർ നൗ, നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ നമ്മളുടെ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? മക്കൾ വളരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മളെ അറിയുക, നമ്മളെയും കൂടി വളർത്താൻ ശ്രമിക്കുക. അത് വിചാരിച്ച് ഫുൾ ടൈം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതല്ല. വെൻ if there is a time when we forget about ourselves, our needs, our body, our time, അതുപോലെ അവർ സേവിങ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് എ റിമൈൻഡർ. ഡു സെൽഫ് കെയർ ആൻഡ് ലവ് യുവർ സെൽഫ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.